നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. ഇന്ന് ഡയാലിസിസ് രോഗികളിലെ AV ഫിസ്റ്റുല അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് എന്ന ചികിത്സാ രീതിയെ പറ്റിയും അതിൻ്റെ ആവശ്യങ്ങളും എല്ലാം നമുക്കെല്ലാം സുപരിചിതമാണ്. ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്നത് ശരീരത്തിൽ നിന്ന് അധികമായ വെള്ളം, യൂറീനിക് ടോക്സിനുകൾ, അതായത് ശരീരത്തിൽ നിന്ന് ഹാനികരമായി നിൽക്കാവുന്ന ടോക്സിനുകൾ അടങ്ങിയ രക്തം ഒരു ആർട്ടിഫിഷ്യൽ മെംബ്രെയിനിലൂടെ കടത്തിവിട്ട് അത് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച രക്തം ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് ചെയ്യുന്നതിനായി രക്തം പുറത്തേക്ക് എടുക്കാനും അകത്തേക്ക് കയറ്റാനും ഡയാലിസിസ് ആക്സസുകൾ ആവശ്യമുണ്ട്. ആക്സസുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ടെമ്പററി ആക്സസ് എന്നും പെർമനൻ്റ് ആക്സസ് എന്നും തിരിക്കാം. ടെമ്പററി ആക്സസിന് എന്നാൽ ഡയാലിസിസ് കത്തീഡറുകൾ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലെ വലിയ രക്തക്കുഴലുകൾ, കഴുത്തിലെയോ തൊടയിലെയോ രക്തക്കുഴലുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തി ഈ ട്യൂബ് വഴി രക്തം പുറത്തേക്കും അകത്തേക്കും കയറ്റുന്നതിനാണ് ഡയാലിസിസ് കത്തീഡറുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. എന്തെന്നാൽ ഒന്ന്, പുറത്തു നിന്നുള്ളൊരു ട്യൂബാണല്ലേ, അപ്പോൾ അതിന് ചുറ്റും രക്തം കട്ട പിടിക്കാനും അതിന് ചുറ്റും അണുക്കൾ വളരാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി, നമുക്ക് 1.5-2 മാസത്തിലുപരിയായിട്ട് ഈ ട്യൂബുകളെ ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോൾ ഒരു 250-300 ml ബ്ലഡോളം ഓരോ മിനിറ്റിലും എടുക്കേണ്ടി വരും. അത്രയും ബ്ലഡ് നമുക്ക് പലപ്പോഴും ഈ ട്യൂബിൽ കൂടെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഡയാലിസിസിൻ്റെ എഫിഷ്യൻസിയും കുറയും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ മാർഗ്ഗങ്ങളെല്ലാം ടെമ്പററി ആയിട്ട് വരുന്ന കിഡ്നി ഡാമേജുകൾക്കാണ് നമുക്ക് കൂടുതലായി ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ തുടർച്ചയായ ഡയാലിസിസ്, പെർമനൻ്റ് ആയിട്ടുള്ള ഡയാലിസിസ് വേണ്ടി വരുന്ന ഒരു രോഗിക്ക് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഫിസ്റ്റുലയെ കാണുന്നത്. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. നമ്മുടെ 99% കൈകളിലാണ് ചെയ്യുന്നത്. കൈയിലെ രക്തക്കുഴലുകൾ തമ്മിൽ, ആർട്ടറിയും വെയിനുകളും തമ്മിൽ ഒരു ചെറിയ മൈനർ സർജറി മൂലം കണക്ട് ചെയ്യുന്നതിനാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്, വാസ്കുലർ സർജനുകളാണ് ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്തം പുറത്തേക്ക് എടുക്കാനും രക്തം അകത്തേക്ക് കൊടുക്കാനും സാധിക്കും. നമ്മുടെ സ്വന്തം രക്തക്കുഴലായതിനാൽ അതിൽ ഇൻഫെക്ഷൻ വരാനോ ക്ലോട്ടിങ് വരാനോ ഉള്ള സാധ്യതകളെല്ലാം മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. രണ്ടാമതായി, ഇത് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ കിടക്കാം. ഒരു പക്ഷേ ഡയാലിസിസ് വേണ്ടാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ അപ്പോഴും ഇത് കയ്യിൽ ഈ ഫിസ്റ്റുല ഇരുന്നുകൊള്ളും. അതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാനും പോകുന്നില്ല. നാലാമതായി, 300-ൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ വളരെ സുതാര്യമായി നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടും മറ്റ് മെത്തേഡുകളെ ഉപേക്ഷിച്ച് ഫിസ്റ്റുല ഒരു പടി മുന്നിലാണ്. എന്തുകൊണ്ട് ഫിസ്റ്റുലയെ പറ്റി ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചു എന്നാൽ, പലപ്പോഴും നമ്മുടെ OPയിൽ വരുന്ന പേഷ്യൻസ് ഫിസ്റ്റുല ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഡയാലിസിസ് ആണ് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വിചാരത്തിൽ ഫിസ്റ്റുല ചെയ്യാൻ മടിക്കും. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, കിഡ്നി രോഗങ്ങൾക്ക് ലക്ഷണങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ നമ്മളെപ്പോഴും ഒരു പടി മുൻപേ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക നെഫ്രോളജിസ്റ്റുകളും ഒരു 6 മാസം മുൻപേ തന്നെ ഫിസ്റ്റുല പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാൽ ഈ ആർട്ടറിയും വെയിനും തമ്മിൽ യോജിച്ച് രക്തം നല്ലതായി ഓടി ഫിസ്റ്റുല മുറിവുണങ്ങി ഫങ്ഷനിങ് ആകാൻ ഒരു 4 മുതൽ 6 ആഴ്ച വരെ എടുക്കും. ഇതിനെയാണ് AV ഫിസ്റ്റുല മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു രോഗിക്ക് മുൻപേ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത് വെച്ചാലേ നമുക്ക് വേണ്ടി വരുന്ന സമയത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് വേണ്ടി വരുന്ന സമയത്ത് ഫിസ്റ്റുല വഴി ഡയാലിസിസ് ചെയ്ത് 2-3 ദിവസം അഡ്മിറ്റായി ഡിസ്ചാർജ് ആകാം. അല്ലാത്ത പക്ഷം പലപ്പോഴും ഈ അസുഖം കൂടി ICUവിലേക്ക് അഡ്മിറ്റായി കഴുത്തിലൂടെ ട്യൂബ് വിട്ട് ബ്ലീഡിങ് ചെയ്ത് അങ്ങനെ കോംപ്ലിക്കേഷൻസ് വേറെ അടുത്ത ലെവലിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത് ഒഴിവാക്കാനും സാമ്പത്തികമായും മാനസികമായും പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ AV ഫിസ്റ്റുല ചെയ്യാൻ പറയാറുള്ളത്. ഈ തെറ്റിദ്ധാരണ മാറ്റണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഫിസ്റ്റുലയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഇനി അങ്ങോട്ട് ഫിസ്റ്റുല ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മുടെ കിഡ്നി പേഷ്യൻസിൻ്റെ അവസാന വാക്കല്ല. പലപ്പോഴും അതിൻ്റെ ആ തീവ്രത കുറയുമ്പോൾ നമുക്ക് തിരിച്ച് ഫിസ്റ്റുല ഡയാലിസിസ് വേണ്ടാത്തൊരവസ്ഥ വന്നാൽ കയ്യിലെ ഫിസ്റ്റുല കിടന്നുകൊണ്ട് തന്നെ മരുന്നുകൾ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതുമാണ്. കുറച്ചെങ്കിലും തെറ്റിദ്ധാരണകൾ അകറ്റാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.